BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ആശുപത്രി പരിസരത്ത് സംഘടനകൾ പൊതിച്ചോറ് നൽകുന്നതിനെതിരെ വീണ്ടും കെ മുരളീധരൻ രംഗത്ത്. ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതിന് അന്നം മുടക്കി എന്ന് വിളിച്ച് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. സംഘടനകളുടെ സ്വകാര്യ താൽപ്പര്യങ്ങളാണ് പൊതിച്ചോറ് വിഷയവുമായി ബന്ധപ്പെട്ട ഇത്ര വലിയ പ്രതിഷേധമുണ്ടാക്കാൻ കാരണമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോളേജിന്റെ അകത്ത് ബാനർ കെട്ടാൻ രാഷ്ട്രീയ സംഘടനകൾക്ക് അധികാരമില്ല. ഡിവൈഎഫ്ഐക്കോ സേവാഭാരതിക്കോ സർക്കാരിന്റെ സ്വത്ത് സ്വകാര്യമായി കൈകാര്യം ചെയ്യാൻ അനുവാദമില്ല. ഈ തീരുമാനത്തിൽ ഡിവൈഎഫ്ഐയും സേവാഭാരതിയും തീരുമാനത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. കേരളത്തിൽ ഏതു സർക്കാർ ആശുപത്രികളിൽ വഴി തടസ്സമുണ്ടായാലും നടപടി ഉണ്ടാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം വിതരണം ചെയ്യാനുള്ള തീരുമാനം. ആലപ്പുഴയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താനും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനും HDSലെ അംഗങ്ങളാണ് തീരുമാനിച്ചത്. സ്ഥലം കയ്യേറിയതായി പരാതി തന്നതും അവരാണെന്നും മന്ത്രി പറഞ്ഞു. രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ പരിശോധനകൾക്കും സൗകര്യമൊരുക്കിയത് അടുത്തുള്ള 2 സ്വകാര്യ ലാബുകൾക്കും തിരിച്ചടിയായി. ഇതിന്റെ ഉടമസ്ഥർ ആരെന്ന് പരിശോധിച്ചാൽ പൊതിച്ചോറ് വിഷയത്തിലെ പ്രതിഷേധത്തിന്റെ കാരണം മനസ്സിലാകുമെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിൽ പുതുമയില്ല. ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരുടെ പേരിടുന്നതും ബാനർ വലിച്ചുകെട്ടി സ്ഥലം കയ്യേറുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പൊതിച്ചോറ് വിവാദത്തിന് വിഷയത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ MA റസാഖ് മാസ്റ്റർ MLA രംഗത്തെത്തി. DYFI മാതൃകയാക്കേണ്ടത് CH സെന്ററിന്റെ ഭക്ഷണ വിതരണം ആണെന്നായിരുന്നു MLAയുടെ പ്രതികരണം. പാർട്ടിയുടെ ചിഹ്നമോ കൊടിയോ ഉപയോഗിച്ച് ഭക്ഷണം വിതരണം ചെയ്യരുത് എന്നാണ് മുരളീധരൻ പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അങ്ങനെ ചെയ്താൽ അത് ജീവകാരുണ്യ പ്രവർത്തനമല്ല. ഭക്ഷണം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. CH സെന്റർ ഭക്ഷണം വിതരണം ചെയ്യുന്നത് സ്വന്തമായ സ്ഥലത്താണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം 1000-ഓളം പേർക്ക് CH സെന്റർ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെന്നും ഇതുവരെ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.